വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട ബിഷപ്പുമാരുടെ നിലപാടിനെതിരെ ഇ.പി. ജയരാജൻ. ബിഷപ്പുമാരുടെ വാദം അർത്ഥമില്ലാത്തതാണ്. മന്ത്രിയും സർക്കാരും രാജിവെച്ചാൽ പ്രശ്നം തീരുമോ എന്നും ഇ.പി. ചോദിച്ചു. വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള നിയമപരമായ തടസ്സം കേന്ദ്ര നിയമമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ നയം മാറ്റേണ്ടത്. കേന്ദ്ര നയത്തിനനുസരിച്ച് മാത്രമേ സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാനാകൂ. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ വാദം അർത്ഥമില്ലാത്തതാണ്. ആ ആക്രമണങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ടേ ചെയ്യൂ. ആദ്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട അധികാരം, ജനങ്ങളെ രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് അവരുടെ നിയമം. ആ നിയമമാണ് അവർ മാറ്റേണ്ടത്. ആ നിയമം മാറ്റാതെ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം, അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ്. എല്ലാവരെയും രക്ഷിക്കേണ്ട അധികാരം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ കുറ്റം കൊണ്ടല്ല ആനയിറങ്ങുന്നത്, കാട്ടിൽ വെള്ളമില്ല, അതാണ് പ്രശ്നം. ഒരു മന്ത്രിയും ഒരു ഗവൺമെൻറ്റും ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. ജനങ്ങളെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്നത്തെ നിയമം നടപ്പിലാക്കൽ മാത്രമേ അവർക്കും സാധിക്കൂ. സഭാധ്യക്ഷന്മാർ സർക്കാരിനെതിരെ തെറ്റായ രീതിയിൽ ചിന്തിക്കുമെന്ന് കരുതുന്നില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.